Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഹാർഡ്വെയറോടുകൂടി ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ ഒരു ഷോർട്സ് ഓൾറെഡി ചെയ്യേണ്ടായി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് GT 10 Pro. ഇത് ഏറ്റവും പുതിയ ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇൻഫിനിക്സിൻ്റെ ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസാണ്. ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് മാത്രമല്ല, 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഹാർഡ്വെയറാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഈ വഴിയെ അൺബോക്സ് ചെയ്യുമ്പോൾ ആ ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. അടിപൊളി സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഡിസൈൻ ലാംഗ്വേജും വളരെ സ്റ്റൈലിഷാണ്. കുറച്ചൊക്കെ നത്തിങ് ഫോൺ 2ൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ബാക്കിൽ ലൈറ്റും LED ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് GT 10 Pro എന്ന് പറയുന്ന ഡിവൈസാണ്. അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഒരു അടിപൊളി ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസാണ് ഇത്. ഇതിനകത്ത് Dimensity 8050 ചിപ്പും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. നിങ്ങൾക്കാണ് ഇൻഫിനിക്സ് GT ഔട്ട് പ്ലേ ദ റെസ്റ്റ് എന്ന് പറഞ്ഞ ലോഗോ കാണാം. ഇവിടെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. കാർബൺ കെവ്ലാർ ബോക്സ് ഉണ്ട്, യൂണിവേഴ്സൽ ഷോൾഡർ ട്രിഗേഴ്സ്, ഗെയിമിംഗ് ഫിംഗർ സ്ലീവ്സ്, ഇതെല്ലാം അഡീഷണൽ ഓപ്ഷൻസ് ആണ്. ഇതെല്ലാവർക്കും ഇല്ല, ഇത് മീഡിയ ബോക്സ് ആണ്. എങ്കിലും എനിക്കൊന്ന് പ്രീ ഓർഡർ ചെയ്യണം. ആദ്യം സെയിൽ നടത്തുന്ന കുറച്ച് ഡിവൈസസിന് ഇത് ഇൻക്ലൂഡഡ് ആണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ബോക്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോൺ ബോക്സ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ ബോക്സ് പുറത്തിട്ട് ബാക്കിയുള്ള ബോക്സ് നമുക്ക് വിശദമായി പറയാം. GT 10 Pro ഇതാണ് മെയിൻ ബോക്സ്. അപ്പോൾ നമുക്കിവിടെ വാറൻറ്റീൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതേപോലെ GT 10 Pro എന്ന് ഇവിടെ എഴുതിയതാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. MediaTek Dimensity 8050 ചിപ്പ്, 6 നാനോമീറ്റർ ഗെയിമിംഗ് പ്രോസസ്സർ, ഫുൾ HD 120Hz 10-bit AMOLED പാനലാണ്. 10-bit AMOLED പാനലാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെ കുറച്ച് ഫോൺസിനെ അതുള്ളൂ. 108 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ, 32 മെഗാപിക്സൽ സെൽഫി, UFS 3.1 സ്റ്റോറേജ്, 16 GB വരെ റാം എക്സ്പാൻഡ് ചെയ്യാം, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 45 വാട്ട് ചാർജിങ്, ക്ലീൻ ആൻഡ് പ്യൂർ XOS. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. XOSിൽ ഒരു ബ്ലോട്ട് വെയർസും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. സൈബർ മെക്ക ഡിസൈൻ, അതൊരു സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 കളേഴ്സിലാണ് അവൈലബിൾ, ഒന്ന് ബ്ലാക്കും ഒന്ന് സിൽവറുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിൽവർ കളറാണ്. പക്ഷേ ഇൻഫിനിക്സ് രണ്ടും കൽപ്പിച്ചാന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അറിവിൽ ഇത്രയും അടിപൊളി സ്പെക്കും ഒരു എന്താ പറയുക കിടിലം പ്രൈസിങ് വന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. റെഡ്മി ആയിരുന്നു അന്ന്, ഷോമീൻ്റെ റെഡ്മി സീരീസിലെ ഫോണുകളായിരുന്നു. ഇൻഫാക്ട് റെഡ്മി നോട്ടൊക്കെ ആയിരുന്നു ഇത്രയും അടിപൊളി സ്പെക്സ് ഇത്രയും കുറഞ്ഞ പ്രൈസിലൊക്കെ അന്ന് ഇറക്കിയിരുന്നു. ഇപ്പോൾ അത് ക്വൈറ്റ് സർപ്രൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫിനിക്സ് ആണ് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് 2021. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഫോൺ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഔട്ട് പ്ലേ ദ റെസ്റ്റ് കാണാം. അപ്പോൾ ഈ ബോക്സിന് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിന് നമുക്ക് ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അതുണ്ടല്ലേ നമ്മുടെ റെഗുലർ മാനുവലാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഔട്ട് പ്ലേ ദ റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റിക്കേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം നമുക്ക് കിട്ടുന്നത് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ഇതൊക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റ് മാത്രമല്ല, പ്രീമിയം സെഗ്മെൻറ്റിൽ വരെ വളരെ റെയർ ആയിട്ട് വരുന്ന ഫീച്ചറാണ്. ഏതാ ഞാൻ പറഞ്ഞ ഇൻഫിനിക്സ് രണ്ടും കൽപ്പിച്ചാണെന്നുള്ളത്. നല്ല ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ടെമ്പേർഡ് ഗ്ലാസ് അന്വേഷിക്കുക വാങ്ങുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ബോക്സിനകത്ത് തന്നെ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ GT 10 Pro എഴുതിയതാണ്. പിന്നെ വരുന്ന ഒരു 45 വാട്ട് അഡാപ്റ്ററാണ്. ഇത് ഇൻഫിനിക്സിൻ്റെ തന്നെ 45 വാട്ട് അഡാപ്റ്റർ. നമ്മളിപ്പോൾ ഇൻഫിനിക്സിൻ്റെ പല ഫോൺസിലും ഇത് കണ്ടിട്ടുണ്ട്. ആ അഡാപ്റ്റർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളാണ്. ഈ ചാർജിങ് കേബിളും കണ്ടോ, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ചാർജിങ് കേബിളാണ്. ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്ത് നല്ലൊരു സ്റ്റൈലിഷ് ചാർജിങ് കേബിളാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇൻസേർട്ട് GT 10 Pro ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടൊരു സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി സ്പീക്കറൊന്നും അല്ല കേട്ടോ, ഈ സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു സ്പീക്കർ സെറ്റപ്പ് ഒന്നുമല്ല. ഇതിനകത്ത് സൗണ്ട് ഇതുണ്ട്, ഇതുവഴി പാസ് ചെയ്തിട്ട് ഇതൊരു സ്പീക്കർ പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം എന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ്
GT10 Pro. അപ്പോൾ ആ ഡിസൈൻ ലാംഗ്വേജിനെ കണ്ടില്ലേ, ഒരു സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി നമ്മൾ നത്തിങ് ഫോൺ വന്ന പോലത്തെ എല്ലാ LED ഒന്നും വർക്കിംഗ് ഒന്നും അല്ല, ഇവിടെ മാത്രമേ ഒരു LED ഉള്ളൂ, ബാക്കി എല്ലാം ഒരു പാറ്റേൺ ആണ്. പക്ഷേ പാറ്റേൺ എന്താ, അതിലൊരു സ്റ്റൈൽ ഫാക്ടർ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു ഗെയിമിംഗ് ഡിവൈസിന് വേണ്ട ആ ഒരു സ്റ്റൈൽ ഫാക്ടർ ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല രീതിയിലാണ് ക്യാമറ യൂണിറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 108 MP ക്യാമറ രീതിയാണ്. ഇവിടെ ഒരു ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷിൻ്റെ സൈഡിലാണ് ഈ LED ലൈറ്റ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെയും നമുക്കുണ്ട് ലോഗോം, ഇൻഫിനിക്സ് ലോഗോം, പിന്നെ കുറച്ചൊരു സ്റ്റൈൽ ഫാക്ടർ ഉണ്ട്, ഒരു സർക്കുലർ കട്ടൗട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ ആ ഒരു സ്റ്റൈൽ ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻഫിനിക്സ് നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് കാണാം, പിന്നെ ഒരു സ്പീക്കർ കാണാം, പിന്നെ താഴെ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും, വീണ്ടും സ്പീക്കർ യൂണിറ്റാണ്. ഇവിടെ സിം ട്രെയിൻ വരുന്നത്, ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. വളരെ ഇൻഹാൻഡ്, നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാണ്, വളരെ സ്റ്റേഡിയായ ഒരു ഡിവൈസും കൂടി പറയാം. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ. ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. എങ്കിലും പലർക്കും പല വേർഷനായിരിക്കും. സിൽവറും നല്ല സ്റ്റൈലുള്ള ഒരു ഡിവൈസാണ് കേട്ടോ, നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാണ്. ഈ ലൈറ്റ് മാത്രം ആക്ച്വലി ഗ്ലോ ഇല്ല, ഇതൊന്നും ലൈറ്റ് അല്ല, നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ GT10 Pro. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. ഓൾദോ ഇത് നത്തിങ് ഫോണിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ആണെങ്കിൽ പോലും ഇൻഫിനിക്സ് ഒരു നല്ല ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇൻഫിനിക്സിനെ. ഇനി നമുക്കിതിൻ്റെ ഫോൺ ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇനി ഡിസൈനിൽ നമുക്ക് പറയാവുന്നത് ഇതിനകത്ത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആക്ച്വലി ഇത് അറൗണ്ട് 187 ഗ്രാംസേ ഉള്ളൂ. നമ്മൾ വിചാരിക്കണ മാതിരി അത്ര ഒരു ഹെവി ഡിവൈസൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല തോന്നി. പിന്നെ നമുക്ക് അടുത്ത ഡിസ്പ്ലേയിലേക്ക് വരാം. ഇതിനകത്ത് വരുന്നത് ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് നമുക്ക് 6.87 inches 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് കേട്ടോ. അത് നമ്മൾ വിചാരിക്കണ മാതിരി IPS LCD അല്ല. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് ഡിവൈസ് IPS LCD ആണ്, പക്ഷേ ഇവിടെ നമുക്ക് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. LTPS പാനലാണ്. 900 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ DCI-P3 വൈഡ് കളർ ഗ്യാമത്തും സപ്പോർട്ടഡ് ആണ്. നല്ല ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇൻഫിനിക്സിൻ്റെ ഡിസ്പ്ലേ പൊതുവേ തന്നെ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് തരാറ്. ഇവിടെ നമുക്ക് അടിപൊളി ഒരു സെറ്റപ്പ് ഡിസ്പ്ലേ ആണെന്ന് പറയാം. കാരണം മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു കിടുക്കാച്ച് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഉണ്ട് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താ വെച്ചാൽ ഇതിനകത്ത് XOS ക്ലീൻ ആൻഡ് എന്താ പറയുക ഒരു ബ്ലോട്ട് വെയർസും ഇല്ലാത്ത ഒരു UI ആണെന്നാണ് ഇൻഫിനിക്സിൻ്റെ വാദം. എത്രത്തോളം ശരിയാന്ന് നോക്കാം. ഞാൻ ഈ അടുത്തിറങ്ങിയ ഒരുപാട് ഫോൺസ് അൺബോക്സ് ചെയ്യാൻ പറയുണ്ടായി. അനാവശ്യമായി ബ്ലോട്ട് വെയർസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു അതുകൊണ്ട് പ്രൈസ് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പല ഫോൺസും അങ്ങനെ വരുന്നില്ല, പ്രൈസ് കുറഞ്ഞിട്ടല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 20,000 രൂപയ്ക്ക് ഇത്രയും നല്ല ഹാർഡ്വെയർ തന്നിട്ട് പോലും ബ്ലോട്ട് വെയർസ് ഒന്നും തന്നെ ഇൻഫിനിക്സ് കൊടുത്തിട്ടില്ല. ഇൻഫിനിക്സിൻ്റെ ബാക്കിയുള്ള ഫോൺസിലെല്ലാം ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിമെൻ്റ് ആണ്. അത് നല്ല രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതുണ്ടല്ലേ, ഞാൻ ആപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്സാണ്. പിന്നെ വേറെ ഒന്നും തന്നെ ഒറ്റൊരു തേർഡ് പാർട്ടി ആപ്പില്ല. എല്ലാം തന്നെ ഇൻഫിനിക്സിൻ്റെ ആപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ ആപ്പാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. കാൾ കെയർ ആക്ച്വലി ഇൻഫിനിക്സിൻ്റെ ആപ്പാണ്. അതേപോലെ നമുക്ക് സൗണ്ട് റെക്കോർഡർ, FM, X Club, X Arena, X Theme ഒക്കെ ഇൻഫിനിക്സിൻ്റെ ആപ്പാണ്. അപ്പോൾ ഒറ്റ തേർഡ് പാർട്ടി ആപ്പില്ല, ഒറ്റ ബ്ലോട്ട് വെയർ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അടിപൊളി UI എക്സ്പീരിയൻസ്. പിന്നെ ഈ തീം കണ്ടോ, തീമൊക്കെ തന്നെ ഒരു ഗെയിമിംഗ് സെൻട്രിക് തീമാന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാം തന്നെ ഒരു ഗെയിമിംഗ് സെൻട്രിക് തീമാണ്. അപ്പോൾ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നോട്ടിഫിക്കേഷൻ ടോഗിൾ കണ്ടു കഴിഞ്ഞാൽ എവിടെയും കണ്ടോ നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ശ്രമം ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അപ്രീസിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഫോൺ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിക്സ് GT10 Pro, ഇതിൻ്റെ കോഡ് നെയിം കാണാം, Android 13, Dimensity 8050, 32 MP ക്യാമറ, 108
MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ലൈവ് വാൾപേപ്പർ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്, പിന്നെ റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 120, 90, 60 അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ച് ഓപ്ഷൻ ഉണ്ട്. കളർ സ്റ്റൈൽ ഉണ്ട്, ബ്രൈറ്റ് കളേർഡ് അല്ലെങ്കിൽ ഒറിജിനൽ കളർ. ഇത് ബ്രൈറ്റ് കളർ ഇട്ട് നമുക്ക് കുറച്ചും കൂടെ വിവിഡായ കളേഴ്സാണ് വരുന്നത്. ഒറിജിനൽ കളർ വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ പവർ മാരത്തൺ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫിനിക്സിൻ്റെ XOS അതർവൈസ് തന്നെ ഒരുപാട് ഫീച്ചർ റിച്ച് UI ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ചേഞ്ച് വരുത്തിയില്ല. ബ്ലോട്ട് വേസ് എല്ലാം റിമൂവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ UI എക്സ്പീരിയൻസ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ്, ലാഗോ ഇഷ്യൂസ് അങ്ങനെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. കാരണം ഡിമെൻസിറ്റിൻ്റെ 8050 ചിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പവർഫുൾ ചിപ്പാണ്. ഇൻഫാക്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു 7 lakh എന്തോടെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ. അപ്പോൾ അത്രയും നല്ല പവർഫുൾ ചിപ്പാണ്. ഇതേ ചിപ്പുള്ള ഡിവൈസൊക്കെ 30,000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഇൻഫിനിക്സ് നമുക്ക് ഇത് വെറും 20,000 രൂപയ്ക്ക് താഴെ വരുന്നത്. 8GB റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും ആണ്. അത് 256GB ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കേൾക്കാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇൻഫിനിക്സ് രണ്ടും കൽപ്പിച്ചാണെന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഇൻഫിനിക്സിനെ സമ്മതിക്കണം. അടിപൊളി ഡിവൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ ക്യാമറയിലോട്ട് പോകാം. ഒരു 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 108 MP ക്യാമറ എപ്പോഴും തന്നെ നല്ല ഇമേജ് ക്വാളിറ്റി തരാറുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് എത്രയും നമുക്ക് നോക്കാം. 4K 30 FPS സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ AI ക്യാം, ബ്യൂട്ടി ക്യാം, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ്, മാക്രോ മോഡ് ഉണ്ട്. പക്ഷേ ഇതില്ല, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് വലിയ പരാതിയായിട്ട് പറയുന്നില്ല. ഇത്രയും ഹാർഡ്വെയർ തരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാക്രോ 108 MP ക്യാമറയുണ്ട്. സെൽഫി ക്യാമറയാണെങ്കിൽ ഒരു 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് സെൽഫി ക്യാമറയിൽ 2K റെക്കോർഡിംഗ് ഉണ്ട്. റിയർ ക്യാമറയാണ് 4K റെക്കോർഡിംഗ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇൻഫിനിക്സ് നല്ല ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ UI എക്സ്പീരിയൻസ് പറയുക. ഡ്യുവൽ വീഡിയോ, സ്ലോ മോഷൻ, സൂപ്പർ മാക്രോ, ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇൻഫിനിക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫിനിക്സിൻ്റെ ക്യാമറ സാമ്പിൾസ് കൂടി ചെയ്യണം. ഇതെല്ലാം ഇൻഫിനിക്സ് GT 10 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ, നല്ല ഒരു ക്യാമറ സെറ്റപ്പായിട്ട് പറയാം. 20,000 രൂപയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാമറ കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ക്യാമറ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് പറയാം. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 45 watt ചാർജിങ് സപ്പോർട്ടാണ്. അത് എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അതേപോലെ തന്നെ നമുക്ക് 45 watt ചാർജിങ്ങിനൊപ്പം തന്നെ നല്ലൊരു സ്റ്റൈലിഷ് കേബിൾ ഞാൻ ഓൾറെഡി കാണിച്ചില്ല, നല്ലൊരു സ്റ്റൈലിഷ് കേബിളും തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിമെൻസിറ്റി 8050 നല്ലൊരു ചിപ്പ് ആയതുകൊണ്ടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് പറയുക വെച്ചാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വേർഷനാണ്. പിന്നെ 4 ആക്സിസ് ലീനിയർ മോട്ടറാണ് വൈബ്രേഷനൊക്കെ വേണ്ടി, ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള അതും ഇൻക്ലൂഡറാണ്. അപ്പോൾ അടിപൊളി ഒരു ഡിവൈസ് സെറ്റപ്പാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. നല്ല ഒരു ഇൻഫിനിക്സിൻ്റെ ഒരു കിടുക്കാച്ചി ഡിവൈസ് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസ് കണ്ടില്ലേ, ഇതുണ്ടോ, ഇങ്ങനെ എനിക്ക് വെക്കാം. ഫോൺ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ ഈ സ്പീക്കർ പോലെ ഇത് ആക്ച്വൽ സ്പീക്കർ അല്ല കേട്ടോ, ഇതൊരു ബോക്സിൽ നിന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പാട്ടും കേൾക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. ഇനി വേറൊരു ബോക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വരുന്ന വേറൊരു ബോക്സാണ് ഇത്. ഇത് ഇൻഫിനിക്സിൻ്റെ GT ഗെയിമിംഗ് സെൻട്രിക് ബോക്സാണ്. ഇതിനകത്ത് കണ്ടില്ലേ ഒരു കാർബൺ കെവ്ലാർ ബോക്സാണ്. യൂണിവേഴ്സൽ ഷോൾഡർ ട്രിഗേഴ്സ്, ഗെയിമിംഗ് ഫിംഗർ സ്ലീവ്സും കൊടുത്തിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഇത് പ്രൊമോഷണൽ ഐറ്റമാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന തോന്നില്ല, ആദ്യം വാങ്ങണ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് ആ കെവ്ലാർ കേസ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇതുണ്ടല്ലേ യൂണിവേഴ്സൽ ഇതുണ്ട്, ഫിംഗർ സ്ലീവ്സ് ആണ്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിംഗർ സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിങ്ങിനുള്ള നല്ല കൺട്രോൾ കിട്ടുന്നുള്ളത്. 2 തമ്പിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 ഇതുണ്ടല്ലേ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ വരുന്നത് ഇത് ഗെയിമിങ് ഷോൾഡർ ട്രിഗേഴ്സ് ഉണ്ടോ, ഉണ്ടല്ലേ, നമുക്ക് ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഗെയിമിങ്ങിന്
അഡീഷണൽ ട്രിഗേഴ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവില്ല, ആദ്യത്തെ കുറച്ച് ഓർഡേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. അടിപൊളി സെറ്റപ്പാണ്, ഗെയിമിംഗ് ഷോൾഡർ ട്രിഗേഴ്സ്. അപ്പോൾ GT എഴുതി ചെയ്യണം, ഇതും ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് മീഡിയ കിറ്റിനകത്ത് വന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും കിട്ടും, നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് GT 10 Proൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ പറയുക വളരെ അടിപൊളി ഡിവൈസായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കിടുക്കാച്ചി സ്പെക്സും അതേപോലെ തന്നെ ഹാർഡ്വെയറും എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻ ലാംഗ്വേജ് ഒരു വ്യത്യസ്തത ഉണ്ട്. ക്യാമറയിലാണെങ്കിൽ നല്ലതാണ്, ബാറ്ററി ലൈഫ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും പ്രോസസ്സർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇനി ഇതൊരു ഒരു പോരായ്മയും പറയാവുന്നില്ല. പോരായ്മ മേ ബി പറയാവുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ച് എനിക്ക് ആസ് ഓഫ് നൗ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ പറയാം. അത് മാത്രമേ ഇൻഫിനിക്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രോബ്ലി ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടുമായിരിക്കും. അതിനപ്പുറം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലി എനിക്കറിയില്ല. പക്ഷേ ബാക്കി ഓവറോൾ സ്പെക്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത് വലിയൊരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലൊരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് GT 10 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇൻഫിനിക്സ് GT 10 Proൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി 19,999 രൂപയാണ്. അപ്പോൾ ഈ പ്രൈസിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ ഉള്ള ഡിവൈസാണ് ആസ് ഓഫ് നൗ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.